ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അനന്തരം ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി. ദൈവം വെളിച്ചത്തെ അന്ധകാരത്തിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകല് എന്നും ഇരുളിന് രാത്രി എന്നും വിളിച്ചു. രണ്ടാം ദിവസം ദൈവം പറഞ്ഞു, ജലത്തിന് മുകളിൽ ഒരു വിധാനമുണ്ടാകട്ടെ. ദൈവം അതിനെ ആകാശം എന്ന് വിളിച്ചു. മൂന്നാം ദിവസം ജലം ഒരു സ്ഥലത്തു കൂടി. ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെട്ടു. ദൈവം അതിനെ ഭൂമി എന്ന് വിളിച്ചു. ഭൂമി സസ്യങ്ങളും വൃക്ഷങ്ങളും ഉൽപ്പാദിപ്പിച്ചു. ദൈവം അതെല്ലാം നല്ലത് എന്ന് കണ്ടു. നാലാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അവ കാലങ്ങളും വർഷങ്ങളും അടയാളപ്പെടുത്തി. അഞ്ചാം ദിവസം ജലത്തിലെ ജീവികളും ആകാശത്തിലെ പക്ഷികളും ദൈവം സൃഷ്ടിച്ചു. ആറാം ദിവസം കരയിലെ എല്ലാ മൃഗങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അവിടുന്ന് അതെല്ലാം നല്ലത് എന്ന് കണ്ടു. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവനിൽ ജീവശ്വാസം ഊതി. മനുഷ്യന് ജീവനുള്ളവനായി. ദൈവം പുരുഷനെയും സ്ത്രീയെയും തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അവരെ അനുഗ്രഹിച്ചു. ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. അവിടുന്ന് സൃഷ്ടിച്ച സകലവും അത്യന്തം നല്ലതായിരുന്നു.